അങ്ങനെ ചെക്ക് പോസ്റ്റും കടന്ന് അയ്യന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. തുടക്കത്തിലെ കണ്ടൊരു മനോഹര കാഴ്ചയായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നിൽക്കുന്ന ആളുടെ പേരാണ് തോമാച്ചൻ. ഇദ്ദേഹം 40 വർഷമായി പോലും ഈ ഒരു സീസൺ ടൈമിൽ കടല കച്ചവടം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. അങ്ങനെ തോമാച്ചന്റെ കയ്യിൽ നിന്ന് കുറച്ച് കടലയും കാര്യങ്ങളൊക്കെ വേണ്ടി ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു എന്ന് സ്വയം തോന്നിക്കഴിഞ്ഞാൽ പ്രകൃതി കൂടെ ഒഴുകി വരുന്ന ഈ നീരുറവകളുണ്ട് കേട്ടോ. അതിലിങ്ങനെ കുറച്ച് സമയത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ സ്വാമി രാവിലെ ആയതുകൊണ്ട് വളരെയധികം സ്പീഡിലാണ് പോയിക്കൊണ്ട്, ഞാനാണെങ്കിലോ പതുക്കെ പതുക്കെ മാത്രമേ പോവുള്ളൂ. കാരണം എനിക്ക് ഓരോ കാഴ്ചകളും അതൊക്കെ ഞാൻ വീഡിയോ എടുത്തും അങ്ങനെയൊക്കെയാണ് ഞാൻ മുൻപോട്ട് പോകുന്നത് കേട്ടോ. ഒപ്പം തന്നെ മുൻപിലെ ശരണം വിളികൾ, നമ്മുടെ മുൻപിൽ ഒരുപാട് സായിമാരുണ്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ശരണം വിളികളുടെ ആ ഒരു ഉറച്ച ശബ്ദം നമുക്ക് താഴെ ഇങ്ങനെ കേൾക്കാം. ഒപ്പം തന്നെ കാളകെട്ടി ക്ഷേത്രത്തിലെ അനൗൺസ്മെന്റ് കാര്യങ്ങൾ കേൾക്കാം കേട്ടോ. അപ്പോൾ അത് ആ ആളൊന്ന് പരിചയപ്പെടുന്നത് ഞാൻ സ്വാമിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മുൻപോട്ട് പോയപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ മനസ്സിന് വിഷമം തോന്നി കേട്ടോ. തുടക്കത്തിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ ആളോട് സംസാരിച്ചപ്പം മുൻപോട്ട് പോകുമ്പോൾ വേസ്റ്റ് ബിന്നും കാര്യങ്ങളും ഒരുപാടുണ്ട്. ഇത് പുറത്തുനിന്ന് ഓൾറെഡി വനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള കാഴ്ചകളാണ്. അത് ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ സന്തോഷമായി. എന്താണെങ്കിലും ക്ഷീണിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് സമയം വെള്ളത്തിൽ നിൽക്കും. ഞങ്ങൾ നേരത്തെ മോടെ കയ്യിൽ നിന്ന് നമ്മുടെ മീനൂട്ടിനും കാര്യങ്ങൾക്ക് കുറച്ച് പൊരി വാങ്ങിയായിരുന്നല്ലോ. അത് ഇതേ ഇവിടെ ഞങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊരു ആചാരമായിട്ട് മാറുമല്ലോ പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് പുറത്ത് എല്ലാ സായിമാർ ഈ ഒരു കാഴ്ച കണ്ടായിരുന്നു. കുറേ ആളുകൾ വീഡിയോ ഒക്കെ എടുത്തായിട്ടും കണ്ടു കേട്ടോ. എന്താണ് ഇനി കാളകെട്ടിയിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടേണ്ടതുണ്ട്. കാരണം ഞങ്ങൾ താഴത്തുനിന്ന് മുതൽ ഒരാളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ.